അപ്പോൾ ഒരെണ്ണം കൂടിയാണ് കേട്ടോ നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ഭംഗിയാണ് നമ്മുടെ സോപ്പ് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ? ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സോപ്പുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചിലർക്കാണെങ്കിൽ നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കുന്നവരായിരിക്കും, ചിലർ തേച്ചൊന്നും അരയ്ക്കാതെ നമ്മൾ സാധാ സോപ്പ് ഇട്ടിട്ട് കുളിക്കുന്നവരായിരിക്കും. അപ്പൊ ഇത് നമ്മൾ തേച്ചൊരച്ച് കുളിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് ലൂഫ നമ്മുടെ പീച്ചിങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് തയ്യാറാക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പീച്ചിങ്ങ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മള് മേത്തൊക്കെ ഉരച്ച് കുളിക്കില്ലേ, അതിനായിട്ട് യൂസ് ചെയ്യണതാണ്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പക്ഷെ പണ്ട് നമുക്കിത് സുലഭമായി കിട്ടിയിരുന്നു, ഇപ്പൊ നമുക്കിത് കിട്ടാനില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ആദ്യമൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇത് മേത്തരച്ചിട്ട് കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിന്റെ ഉള്ളിൽ ചെറുതായിട്ടുള്ള ഇതിന്റെ വിത്തുകൾ ഉണ്ടാവും. ഇത് കറി വെക്കുന്നവരുണ്ട് കേട്ടോ, പീച്ചിങ്ങ കറി വെക്കുന്നവരുണ്ട്. പണ്ട് നമ്മുടെ പാടത്തും പറമ്പത്തൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ വള്ളിയുമ്പോ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തോട് പൊളിച്ചിട്ട് ഇതിന്റെ ഉള്ളിലെ കുരു മൊത്തം കളഞ്ഞ് നമ്മളിത് മേത്തുരച്ച് കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ അപ്പൊ സുലഭമായി കിട്ടിയിരുന്നപ്പോ നമുക്കൊരു വില ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഈ 2 എണ്ണം മേടിച്ചത് 40 രൂപയ്ക്കാണ് കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ കിട്ടാനുണ്ടെങ്കിൽ ഇതന്നെ നമുക്കൊരു വരുമാന മാർഗം ആക്കാനായിട്ട് പറ്റും. ഒരെണ്ണത്തിന് തന്നെ നമുക്ക് 20 രൂപ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, 40 രൂപയ്ക്ക് നമ്മള് ആയുർവേദ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ് കേട്ടോ, പല സ്ഥലങ്ങളിലും ഇത് സുലഭമായി ഇപ്പോഴും കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇത് കാണാനായിട്ട് വളരെ കുറവാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊരു പുളി ഉണ്ടായിരുന്നു, പുളിയുടെ മുകളിൽ മൊത്തമായിട്ട് ഇത് പടർന്നു കയറി മൊത്തം ഉണ്ടാവും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വീഴും കേട്ടോ. താഴേക്ക് വീഴുന്നെങ്കിൽ നമ്മളിത് ഇതിന്റെ തോട് പൊളിച്ച് ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ വിത്തുകളൊക്കെ കളഞ്ഞ് നമ്മളിത് മേത്ത് നന്നായി ഉരച്ച് കുളിക്കുന്ന സാധനമായിരുന്നു. ഇപ്പൊ നമുക്ക് പുളിമരം പോയി, നമ്മുടെ പീച്ചിങ്ങും പോയി, എല്ലാം പോയി. അപ്പൊ നമുക്ക് ഇന്ന് പീച്ചിങ്ങ നമ്മുടെ ലൂഫ വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഈ സോപ്പ് നമുക്ക് നല്ലൊരു സ്ക്രബിങ് ആണ്. നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ചകിരിയൊക്കെ വെച്ചിട്ടായിരുന്നു കുറച്ച് കുളിച്ചായിരുന്നത്. ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക്കിന്റെ മറ്റേ സ്പോഞ്ച് പോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമുക്ക് പല ടൈപ്പിലുള്ള ഐറ്റംസ് ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയാ ബോഡിക്കും അതൊരു എന്താ പറയാ അത്രയും നല്ല ഐറ്റംസ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് സോപ്പ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ചകിരിയുടെയോ പീരയുടെയോ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്കിത് ഈ സോപ്പ് മാത്രം മതി. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ നന്നായി തേച്ചൊരച്ച് കുളിക്കുന്ന ആളാ. അപ്പൊ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഈ സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ലൂഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേച്ച് വെച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്കിത് 2 ആഴ്ചയുടെ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോഴേക്കിത് ഏകദേശം ഇതായിട്ടുണ്ടാവും, അതിന്റെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ലൂഫ ക്യാരറ്റിന്റെ സോപ്പിലാണ് ഞാനിപ്പോ ചെയ്യാനായിട്ട് ലൂഫ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ക്യാരറ്റിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് സംശയം, ക്യാരറ്റിന്റെ സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ ക്യാരറ്റ് ഇടുന്നില്ല, ചെമ്പരത്തിയുടെ സോപ്പിന് ഒറിജിനൽ ചെമ്പരത്തി ഇടുന്നില്ല, ശംഖുപുഷ്പത്തിന്റെ ക്രീമിന് ശംഖുപുഷ്പം ഇല്ല, അങ്ങനെ കുറേ മെസ്സേജസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് അതേ ഗുണത്തിനായിട്ടാണ് അതിന്റെ എക്സ്ട്രാക്റ്റുകൾ ചേർക്കുന്നത്. ഇപ്പൊ നമ്മള് ചെമ്പരത്തിയുടെ ജെല്ല് ഉണ്ടാക്കിയ സമയത്ത് അതിൽ നമ്മൾ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്ട് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യണത് നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാനാണ്. നമ്മൾ ഇപ്പൊ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടില്ല, ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ശംഖുപുഷ്പത്തിന്റെ ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഗ്ലിസറിനില് ശംഖുപുഷ്പം ഇട്ട് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുവരും. അത് കാരണമാണ് നമ്മൾ എക്സ്ട്രാക്ട് വെച്ച് ചെയ്തത് കേട്ടോ.
അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ ഫുള്ളാണ്. നമ്മൾ തലേദിവസത്തെ ചോറ്, കറികള്, എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രിഡ്ജിലാണ് കയറ്റി വെക്കുക. പച്ചക്കറികൾ എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുക. അതിന്റെ കൂടെ നമ്മുടെ ക്രീമും കൂടി വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് വെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. പക്ഷെ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ, കുറെ പേർക്ക് ഫ്രിഡ്ജിൽ ഇപ്പോഴും ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ക്രീം കൊടുക്കുമ്പോൾ അവരോട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് വെച്ച് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുമ്പോഴും നല്ല ഗുണം തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ചിലവർക്ക് അത് എന്താണ് എക്സ്ട്രാക്ട് വെച്ചത്. പിന്നെ കളർ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷണൽ ആണെന്ന്, കളർ ചേർക്കേണ്ട ഒരാവശ്യമില്ല. ഞാനത് കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് അത് നിർബന്ധം പറയുന്ന കാരണമാണ് കേട്ടോ ചേർക്കുന്നത്. എക്സ്ട്രാക്ട് അത് ഇപ്പോ നമ്മള് ചെമ്പരത്തിയുടെ ജെല്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി നമുക്ക് തിളപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ ഷെൽഫ് ലൈഫ് കുറയും. നമുക്ക് എപ്പോഴും ഷെൽഫ് ലൈഫ് ഉള്ള ഐറ്റംസ് ഉണ്ടാക്കി വെക്കാനാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം പോയി സോപ്പ് ഉണ്ടാക്കിയാലോ. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ, എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് വേഗം സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റോസ് ഫ്ലവറിന്റെ മോൾഡിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് ഈ മോൾഡിനോട് പ്രത്യേകത ഒരു ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല കേട്ടോ. ഇതിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ തന്നെ എനിക്കൊരു 2-3 തവണ കുളിക്കാനായിട്ടുള്ളൊരു ആ സോപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കുളിക്കാൻ തോന്നും. അതാണ് ഈ മോൾഡിന്റെ പ്രത്യേകത. അപ്പൊ ഇത് 75 ഗ്രാമിന്റെ മോൾഡാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോൾഡാണ്. അപ്പൊ നമ്മള് ബേസ് എടുത്തിട്ടുണ്ട്. ബേസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മൾ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ നമുക്ക് വില കുറവിൽ ഒരുപാട് ബേസ് കിട്ടാറുണ്ട്. അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡാമേജസ് കൂടുതലാവും. ചിലപ്പോ കട്ടി ഉണ്ടാവില്ല, പത ഉണ്ടാവില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളാവും കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ പറയാ, ക്വാളിറ്റിയുള്ള ബേസ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വൈറ്റമിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാരറ്റിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒക്കെ ചേർക്കുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് ചേർക്കേണ്ടി വരും. അത് കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതലും എക്സ്ട്രാക്റ്റുകൾ യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ആണ്. പിന്നെ നമുക്ക് കളറൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ക്യാരറ്റിന് ഞാൻ ഓറഞ്ച് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം പോയി സോപ്പ് ഉണ്ടാക്കിയാലോ. ഞാൻ കുറേ പറഞ്ഞൂല്ലേ. അപ്പൊ നമുക്ക് ലൂഫ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ലൂഫ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബേസ് ബാറായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മള് ടൈമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ സോപ്പിന്റെ ഓർഡർ വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ പോയിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മള് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിശാട്ട പറയുന്നോട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമുക്ക് ലൂഫ പൊട്ടിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ തന്നെ ഇടാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഓരോ റൗണ്ടായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതേ നമുക്ക് ലൂഫ നമ്മുടെ പീച്ചിങ്ങ കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. നീ കണ്ടില്ലേ 3 ഹോളുകൾ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോ നമുക്ക് വിത്തുകളൊന്നും കിട്ടിയിട്ടില്ല. വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ പാവി മുളപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അപ്പൊ അതേ കത്രിക വെച്ചിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ പീച്ചിങ്ങയുടെ ലൂഫയുടെ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരുപാട് സെയിലുള്ള സോപ്പാണ്. ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ച് എപ്പോഴും വരുന്ന സോപ്പാണ് കേട്ടോ, ലൂഫയുടെ സോപ്പ്. അപ്പം ദേ ഇതിൽ കണ്ടില്ലേ വിത്ത് ചെറുതായിട്ടുള്ളൂ കേട്ടോ. നമുക്കിത് പാവാനൊന്നും പറ്റില്ല. ഡാമേജ് ആയിട്ടുള്ള വിത്തുകളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നന്നായി ഉണങ്ങി കണ്ടില്ലേ, വിത്ത് കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് പാവായിരുന്നു. ഇത് ഭയങ്കര കയ്പ്പാണ് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് എങ്ങനെ വായിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കയ്പ്പാണിത്. അപ്പൊ ഇതേ നമ്മുടെ ലൂഫ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ അപ്പൊ നമ്മള് 6 എണ്ണാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ആ സ്മെല്ല് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു കയ്പിന്റെ ഇതാണ് കേട്ടോ. നമുക്ക് ശ്വസിക്കുമ്പോ തന്നെ കയ്പ് വായിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ. അപ്പൊ നമുക്ക് എല്ലാം ഇങ്ങനെ നമ്മുടെ മോൾഡിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇതിൽ ചെറുതായിട്ട് ഇതിന്റെ വിത്തുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ മാറ്റി നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എങ്ങനെയാണ് സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് വരുന്നാലോ. അപ്പൊ ദേ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് വൈറ്റമിനാണ് ഒരു 3 ഡ്രോപ്പ് വൈറ്റമിനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കോൺസെൻട്രേറ്റഡ് വൈറ്റമിനിയാണ്. നിങ്ങളുടെ കയ്യിൽ ടാബ്ലറ്റ് ആണ് ഉള്ളത് വെച്ചിങ്ങനെ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു 2.5 ml ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇനി നമ്മളിതിലേക്ക് ക്യാരറ്റിന്റെ എക്സ്ട്രാക്ട് കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാരറ്റിന്റെ എക്സ്ട്രാക്ട് നമുക്കൊരു 10 ml ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മള് ക്യാരറ്റിന്റെ എക്സ്ട്രാക്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഓറഞ്ച് കളറൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 ഡ്രോപ്പ് കളറൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്സ്ട്രാക്റ്റിന് കളർ ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത്. കളർ ഇത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വക പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതേ ലാസ്റ്റ് നമ്മുടെ ഫ്രാഗ്രൻസ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രാഗ്രൻസ് ഒരു 10 ml ആഡ് ചെയ്തിട്ടുണ്ട്. അതേ നമ്മുടെ ബേസ് കണ്ടില്ലേ, അത്രയും ക്ലിയർ, അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ബേസ് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ദേ നമ്മൾ 5 എണ്ണാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പോരണ്ടതേ ഇവിടെ ഇതിന് മാത്രം കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. അപ്പൊ ദേ നമുക്ക് 5 മോൾഡ് മൊത്തമായിട്ട് നമുക്ക് സോപ്പ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ്. യൂസ് ചെയ്തവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട സോപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ ലൂഫ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അവിടെ നിന്ന് മേടിച്ചിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. വാവ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, 2 സൈഡിൽ നോക്കിക്കോട്ടോ. അതേ ഒരു സൈഡിൽ ഇത് എങ്ങനെ മറ്റ് ഫ്ലവർ ആയിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ കണ്ടില്ലേ നമ്മുടെ ഫ്ലവർ സോപ്പ്, നമ്മുടെ ലൂഫ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി സോപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി എല്ലാ സോപ്പും മോൾഡിൽ നിന്ന് എടുക്കാം. ഒരെണ്ണം കൂടിയാണ് കേട്ടോ നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത്. അത്രയും ഭംഗിയാണ് നമ്മുടെ സോപ്പ് കാണാനായിട്ട്. ഇതേ കണ്ടില്ലേ, ഓരോ സോപ്പിന്റെയും ഭംഗി ഇതേ നിങ്ങൾക്ക് കാണാൻ തന്നെ ഉണ്ടാവും. ഇതേ കണ്ടില്ലേ. അപ്പൊ നമ്മൾ ക്യാരറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആയിട്ട് ചെയ്യാം കേട്ടോ. ക്യാരറ്റിൽ ചെയ്യാം, ബീട്രൂട്ടിൽ ചെയ്യാം, കുക്കുമ്പറിൽ ചെയ്യാം, അലോവേരയിൽ ചെയ്യാം. ഏത് സോപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ ഇത് ഉണ്ടാക്കാനുള്ള ലൂഫൻ നമുക്ക് ആയുർവേദ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അന്ന് നമ്മളത് നട്ടു വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമുക്കതൊരു ഉപകാരമായി മാറിയേനെ. പക്ഷെ നമ്മളതൊന്നും ഇന്ന് ചിന്തിച്ചില്ല. അപ്പൊ ലൂഫ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സോപ്പ് ക്വാളിറ്റിയുള്ള സോപ്പിന്റെ മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിലുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. സോപ്പിന്റെ മാത്രമല്ല നമ്മുടെ കയ്യിൽ ഷാംപൂ, ക്രീം ബേസ്, അതുപോലെ തന്നെ ഷവർ ജെല്ല്,
ലിപ് ബാമിന്റെ കിറ്റ്, എല്ലാത്തിന്റെ ബേസുകളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, കിറ്റുകളായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ കിറ്റുകൾ മേടിച്ചുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട, സുഖമായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമന്റ് ഇടണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടണിൽ ചെറിയൊരു ലൈക്കും കൊടുക്കാം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് കേട്ടോ. അതിപ്പോ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ചെയ്യട്ടേന്നേ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇനി നമുക്കിത് പാക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ സീലടിക്കണം, അത്ര കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്നുണ്ടാക്കി നോക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.